ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കിവിടെ കുറച്ച് മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിന്നൊന്ന് തോരൻ വെക്കാം. ഇത് ഏത് മീനിൻ്റെ മുട്ടയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇത് തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീരെ പൊടിയായിട്ടല്ല, ഒരു മീഡിയം ടൈപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പില, 1-2 കതുപ്പ് കറിവേപ്പില, ഒരു വറ്റൽമുളക് എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ചീനിച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം പരുവായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതോടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഈ സവാള ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീനിൻ്റെ മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീനിൻ്റെ മുട്ട ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി, അതിൻ്റെ കൂടെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അത് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉപ്പുമാവിൻ്റെയൊക്കെ പരുവായിട്ടുണ്ട്. അതേപോലെ നല്ല മീനിൻ്റെ മുട്ടയെല്ലാം പൊട്ടി നല്ല പൊടിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. മുളക് പൊടിയുടെ കൂടെ 1 സ്പൂൺ മസാലപ്പൊടി, ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി എരിവ് കുറവായിട്ട് തോന്നി. അപ്പോൾ എരി ആവശ്യമുള്ളവർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ടേക്കുക. അപ്പോൾ അത് മൂന്നും കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. നമ്മുടെ റവ ഉപ്പുമാവ് പോലെ നല്ല പൊടിയായിട്ട് ഇട്ടിട്ടുണ്ട്. കട്ടകളൊന്നും കെട്ടാതെ നല്ല പൊടിയായിട്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.